ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനെ കൈവിലങ്ങില്ലാതെ തമിഴ്നാട് പോലീസ് ആലത്തൂർ ഹോട്ടലിൽ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഒരു ക്ലബിൽ നിന്ന് മഞ്ഞുമ്മൽ ബോയ്സ് യാത്ര ചെയ്യുന്നത് പോലെയാണ് തമിഴ്നാട് പോലീസ് ഈ ബാലമുരുകനെ കൊണ്ടുവന്നത്. തൃശൂരിൽ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. തമിഴ്നാട് പോലീസിന്റെ ഗുരുതര വീഴ്ച തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് റിപ്പോർട്ടറിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രതിയുമായി ആലത്തൂരിലെ ഹോട്ടലിൽ എത്തിയത് വിലങ്ങില്ലാതെ എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 55 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളെ എത്ര ലാഘവത്തോടെയാണ് തമിഴ്നാട് പോലീസ് കൊണ്ടുപോകുന്നത്. മാത്രവുമല്ല, ബാലമുരുകന്റെ വസ്ത്രം സംബന്ധിച്ച് തമിഴ്നാട് പോലീസ് നൽകിയ വിവരം പൂർണ്ണമായും തെറ്റാണെന്ന് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമല്ലേ. ആദ്യം എന്താ തമിഴ്നാട് പോലീസ് കേരള പോലീസിന് 1 മണിക്കൂർ വൈകിക്കൊടുത്ത വിവരം? ബാലമുരുകൻ ധരിച്ചിരിക്കുന്നത് വെളുത്ത മുണ്ടും കറുത്ത ഷർട്ടുമാണെന്ന് പറഞ്ഞു. ഇതാണോ കറുത്ത ഷർട്ട്? ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കറുത്ത ഷർട്ടും വെള്ളമുണ്ടും എന്നായിരുന്നു തമിഴ്നാട് പോലീസ് നൽകിയ വിവരം. പക്ഷേ ദൃശ്യങ്ങളിൽ ഇളം നീലയും കറുപ്പും ചേർന്ന ചെക്ക് ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. ആലത്തൂരിൽ നിന്ന് വിയ്യൂരെത്തുന്നതിനിടയിൽ ഈ ഷർട്ട് മാറിയോ ബാലമുരുകൻ കാണാതായിട്ട് 1 മണിക്കൂർ എന്താണ് തമിഴ്നാട് പോലീസ് കേരള പോലീസിന്റെ വിവരം അറിയിക്കാതിരുന്നത്? രക്ഷപ്പെടാനുള്ള സമയവും സാഹചര്യവും തമിഴ്നാട് പോലീസ് ഒരുക്കി കൊടുക്കുകയായിരുന്നില്ലേ? മറ്റൊരു നിർണായക വിവരം കൂടി വരുന്നു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ രക്ഷപ്പെട്ട ബാലമുരുകൻ ജയിൽ വളപ്പിൽ തന്നെ ഒളിച്ചിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പുലർച്ചെ 2:45-നും 3:30-നും ഇടയിലാണ് ജയിൽ വളപ്പിനുള്ളിൽ നിന്നും രക്ഷപ്പെട്ടത്. ജയിൽ ക്വാർട്ടേഴ്സിലെ ജീവനക്കാരന്റെ സൈക്കിൾ മോഷ്ടിച്ചായിരുന്നു രക്ഷപ്പെടൽ. അന്ന് മറയൂരിൽ ബൈക്ക് മോഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെങ്കിൽ ഇപ്പോൾ മോഷ്ടിച്ച് രക്ഷപ്പെട്ടത് സൈക്കിളിലാണ്. ബാലമുരുകനായി മറ്റ് ജില്ലകളിലേക്കും തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. വിവരങ്ങളുമായി ജെയ്സൺ ചമവളപ്പിലുണ്ട്. ജെയ്സൺ ചമവളപ്പിൽ, വെരി ഗുഡ് മോർണിംഗ്. ജെയ്സൺ ചമവളപ്പിൽ, നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ വളരെ നിർണായകമാണ്. 2 കാര്യങ്ങൾ അതിൽ നിന്ന് വ്യക്തം. ആലത്തൂരിലെ ഹോട്ടലിൽ എത്തുമ്പോൾ, അതായത് വിയൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുവരുന്നതിന് 3 മണിക്കൂർ മുമ്പ് ആലത്തൂരിലെ ആലത്തൂരിലെ ഹോട്ടലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പ്രതിയായ ബാലമുരുകന്റെ കയ്യിൽ വിലങ്ങുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ക്ലബിലെ കൂട്ടുകാരനെ പോലെ മറ്റു പോലീസുകാരോടൊപ്പം വളരെ ചിരിച്ചുല്ലസിച്ച് ആ ഹോട്ടലിലേക്ക് കയറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അയാൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം നീലയാണ്. പക്ഷേ തമിഴ്നാട് പോലീസ് കേരള പോലീസിന് കൊടുത്ത വിവരം അയാൾ ധരിച്ചിരുന്നത് കറുത്ത വസ്ത്രമാണ് എന്നാണ്. എന്താണ് സംഭവിച്ചത്? തമിഴ്നാട് പോലീസിന്റെ അറിവോടുകൂടി ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് കരുതേണ്ടി വരുമോ? ജെയ്സൺ ചമവളപ്പിൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരുമെന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ 55 കേസുകളിൽ പ്രതി, പലതവണ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തി, മാത്രവുമല്ല തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനലുകളിൽ ഒരാളാണ് ബാലമുരുകൻ. പക്ഷേ അയാളെ കൊണ്ടുവരുമ്പോൾ സുഖവാസത്തിന് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാക്കുന്നത്. യാതൊരു രീതിയിലുള്ള ശ്രദ്ധയോ അതോടൊപ്പം തന്നെ ഒരു സുരക്ഷാ സംവിധാനങ്ങളോ ഒരുക്കാതെയാണ് ബാലമുരുകനെ കൊണ്ടുവരുന്നത് എന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള പോലീസിന് തമിഴ്നാട് പോലീസ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ തന്നെ തെറ്റാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. കറുത്ത ഷർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളായി കരുതേണ്ട ഒരാളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കുന്ന അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളാണ്. പക്ഷെ ആ വസ്ത്രങ്ങളിൽ പോലും തമിഴ്നാട് പോലീസ് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് അല്ല നൽകിയത് എന്നത് വ്യക്തമാക്കുന്നതാണ് അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ. കറുത്ത ഷർട്ടും വെള്ള മുണ്ടും എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ചെക്ക് ഷർട്ടാണ്. അതും നീലയും കറുപ്പും ഒക്കെ ചേർന്നുള്ള ചെക്ക് ഷർട്ടാണ്. ഇത്തരത്തിൽ നിരവധി സംശയങ്ങൾ ജനിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ജയിൽ വളപ്പിൽ മണിക്കൂറുകൾ ഇയാൾ ഒളിച്ചിരുന്നു. അതായത് 9:40-ന് ജയിൽ വളപ്പിലേക്ക് ചാടിയ ബാലമുരുകൻ പിന്നെ മണിക്കൂറുകൾ അതിനകത്ത് കാത്തിരുന്ന് പോലീസും മറ്റ് സംവിധാനങ്ങളും മാറിയെന്ന് കണ്ടപ്പോഴാണ് 2:45 അവിടെ നിന്ന് പുറത്തു കിടക്കുകയും സമീപത്തെ ജയിൽ ക്വാർട്ടേഴ്സിലെ ജീവനക്കാരൻ സൂക്ഷിച്ചിരുന്ന ഒരു സൈക്കിൾ മോഷ്ടിച്ച് ആ സൈക്കിളിൽ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തത്. 3:23-ന് ഈ സമീപത്തെ ഒരു CCTV ദൃശ്യത്തിൽ ഇയാൾ പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കണക്ക് വെച്ചാണ് അയാൾ 3:20 3:30-ക്കും ഇടയിലാണ് ഈ സമീപത്ത് കൂടി കടന്നു പോയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അയാൾ കേരളമൊക്കെ വിട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് കേരള പോലീസ് കാണുന്നത്. ഇയാൾ പ്രധാനമായും ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇയാൾ തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേരുക എന്നതാണ് സാധാരണ ഇയാളുടെ രീതി. അത്തരത്തിൽ തമിഴ്നാട്ടിലേക്ക് ഇയാൾ കടന്നിട്ടുണ്ട് എന്ന പ്രാഥമികമായ നിഗമനമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. അതോടൊപ്പം തന്നെ വിശദമായ പരിശോധന മറ്റ് ജില്ലകളിലും കേരള പോലീസ് നടത്തുന്നുണ്ട്. ഇയാൾ തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷ്ടാവാണ്. മറയൂരിലടക്കം വലിയ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 55 കേസുകളിലെ പ്രതിയാണ്. അപ്പോൾ ഇയാൾ ഒരു വലിയ ഗുണ്ടാ സംഘത്തിന്റെ തലവനായിരുന്നു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സ്വകാര്യ കാറിൽ കൊണ്ടുവന്നു. എണ്ണമിട്ട് നമുക്ക് തമിഴ്നാട് പോലീസിന്റെ കുറ്റം പറയാം. അതിലൊന്ന് സ്വകാര്യ കാറിൽ
അതായത് പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിലല്ലാതെ ഒരു സ്വകാര്യ കാറിലാണ് ഇയാളെ തമിഴ്നാട്ടിൽ നിന്ന് വിയൂരേക്ക് കൊണ്ടുവരുന്നത്. ഇയാളെ കൊണ്ടുവരുന്ന സമയത്ത് കൈവിലങ്ങ് അണിച്ചിരുന്നത്. ഇതാണ് ആ സ്വകാര്യ വാഹനം. നോക്കൂ, ഇതവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ തമിഴ്നാട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്വകാര്യ വാഹനമാണ്. അതിനകത്താണ് ഈ പോലീസ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഇയാളെ അത്രമേൽ സുരക്ഷിതനായിട്ട് കൊണ്ടുവരേണ്ടതിനു പകരം ഒരു സ്വകാര്യ വാഹനത്തിൽ ഒട്ടും സുരക്ഷയില്ലാതെ കൊണ്ടുവന്നു. രണ്ടാമത്തത്, ഇയാൾ വരുന്ന സമയത്ത് കയ്യാമം വെച്ചിരുന്നില്ല എന്നുള്ളതാണ്. വിലങ്ങണിയിക്കാതെയാണ് ഈ ബാലമുരുകനെ വിയൂരേക്ക് കൊണ്ടുവന്നത്. ഇത്രയും മണിക്കൂർ ദൂരം അദ്ദേഹം ഈ ബാലമുരുകനെയും കൊണ്ട് തമിഴ്നാട് പോലീസ് സഞ്ചരിച്ചത് വിലങ്ങില്ലാതെയാണ്. മൂന്നാമത്, ഇട്ട വസ്ത്രത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം കേരള പോലീസിന് കൈമാറി. 1 മണിക്കൂർ വൈകിയാണ് കേരള പോലീസിന് ഈ വിവരം കൈമാറുന്നത്. അയാൾ രക്ഷപ്പെടാനുള്ള ഗോൾഡൻ അവേഴ്സ് ഒരുക്കി കൊടുത്തു. അയാൾ വിയൂർ സെൻട്രൽ ജയിലിന്റെ പരിസരത്ത് കോമ്പൗണ്ടിൽ തന്നെ പുലർച്ചെ വരെ ഒളിച്ചിരിക്കുകയും അതിനുശേഷം അയാൾ രക്ഷപ്പെടുന്ന സാഹചര്യത്തിലാണ് കേരള പോലീസ് അടക്കം ഈ വിഷയം അറിയുന്നതും പിന്നീട് തെരച്ചിൽ വ്യാപകമാക്കുന്നതും. ഈ സമയം കൊണ്ട് ഇയാൾക്ക് കേരളത്തിന് അതിർത്തി വിടാനുള്ള പഴുത് ശരിക്കും തമിഴ്നാട് പോലീസ് ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റാവില്ല, അല്ലേ ജെയ്സൺ? അരുൺകുമാർ, ഇതിന്റെ ആദ്യ ദിനം മുതൽ, ആദ്യ ശ്രമം മുതൽ അവസാന ഘട്ടം വരെ വളരെ വ്യക്തമാണ് ഇതിനകത്തുള്ള ഗൂഢാലോചന, ഇതിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചപ്പോൾ ഇന്നലെ നാം അതിന്റെ കാറിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ കാറിൽ വന്നത് മുതൽ അവസാന ഘട്ടം വരെ ഇയാൾ രക്ഷപ്പെടുത്തുന്നത് വരെയുള്ള ഓരോ ഘട്ടങ്ങളും പരിശോധിച്ചാൽ തമിഴ്നാട് പോലീസ് എന്തെങ്കിലും രീതിയിൽ ഇയാളെ സഹായിച്ചു എന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇയാൾ മൂത്രമൊഴിക്കാൻ പുറത്തു കടന്നപ്പോൾ പോലീസ് കൂടെ പോയില്ല എന്നതാണ് കേരള പോലീസ് ഏറ്റവും അവസാനമായി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കൈവിലം കഴിച്ച് ഇയാളെ മൂത്രമൊഴിക്കണം എന്ന് അയാൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഇയാൾ പുറത്തേക്ക് കടന്നപ്പോൾ തമിഴ്നാട് പോലീസ് കൂടെ പോയില്ല. വെറും 3 പോലീസുകാരാണ് ഉണ്ടായിരുന്നത് ഇവർക്കൊപ്പം, ഒരാളും പോയില്ല. പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഗുരുതരമായ വീഴ്ചയാണ് തമിഴ്നാട് പോലീസിന് സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തമിഴ്നാട് പോലീസ് സർവീസിൽ തുടരാൻ യോഗ്യരാണോ എന്നുള്ളത് തമിഴ്നാട് സർക്കാർ ആലോചിക്കണം. ഒരു കുപ്രസിദ്ധ മോഷ്ടാവിനെ നമ്മുടെ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ വളരെ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മാത്രമല്ല, ഇയാള് പുറത്തേക്ക് പോകുന്ന സമയത്ത് കാറിനകത്തിരുന്ന് വിശ്രമിക്കുകയായിരുന്നു അത്രേ തമിഴ്നാട് പോലീസ്. പുറത്തുപോയത് ഇവരുടെ ക്ലബിലെ പ്രസിഡന്റ് ആണല്ലോ. 55 കേസുകളിൽ കുറ്റകൃത്യങ്ങളിലെ പ്രതിയായ ബാലമുരുകനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഒട്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ്, ഒട്ടും ജാഗ്രതയില്ലാതെയാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്.